രണ്ടാമത്തെ ദിവസം പിന്നെയും പൊളി തുടങ്ങി ഈ സൈഡ് അല്ലേ. അപ്പോൾ ഈ ഭാഗത്ത് നല്ല ചതലാണ്. അത് തട്ടിയാൽ നല്ല ഉറപ്പല്ലേ. ഒരു ഭാഗം പൊളിക്കുമ്പോഴത്തേന് അവിടെ ആകെ ചതല് ചാടി ചാടി ഈ സൈഡിൽ നിന്ന് ചാടിയിട്ടുള്ള ചതലാണ്. ഇതിമുള്ളൊരു ചതല്ലോ. അതെന്ത് പലകയാണ്? ഇത് നമ്മൾ അവിടുന്ന് തോട്ടക്കരത്തെ പെരുന്നോണെന്നല്ലേ യാസറിന്റെ ഒക്കെ വീട്ടിന്ന് ആട്ടുംകൂടിന് അടിക്കാൻ വേണ്ടി ഒരു തന്നതായിരുന്നു അല്ലേ. ഇതെന്തിന്റെ എണിക്കാ ശരിക്കും പലക? തട്ടികയൊക്കെ പൊളിയുന്നു. ഓരോന്ന് പൊളിയാണല്ലോ പുരാനെ നമ്മളെ കുഞ്ഞു സ്വർഗം. എത്ര കമ്പിയൊക്കെയാണ് വെച്ച് നിങ്ങൾ കെട്ടിക്കണത്? ഇതിന് കമ്പി തന്നെ ഒരു സംഖ്യക്ക് വാങ്ങിക്കൂലേ അന്ന്? അത് നമുക്ക് ശരിക്കും ഷെഡ് കെട്ടാൻ ശരിക്കും എത്ര പൈസ? പക്ഷെ എന്നാലും നിങ്ങൾ ഒന്നൊരു കണക്ക് പറഞ്ഞിരുന്നല്ലോ. അന്ന് നിങ്ങളൊരു കണക്ക് പറഞ്ഞിരുന്നല്ലോ എത്ര ആയി എന്നൊക്കെ. ചെറിയ തോതിലാണെങ്കിലും പിന്നെ ഷെഡില് വയറിങ് ചെയ്തില്ല മൊത്തം. വയറിങ്ങും ഒക്കെ പാടെ 35,000 അല്ലേ? 35,000 രൂപന്റെ ഷെഡാണ് നമ്മൾ ഈ പൊളിക്കണത് മക്കളെ. കാരണം ഇങ്ങനെ വയറിങ് കാര്യങ്ങള് ഒക്കെ ചെയ്തിട്ട് അതിനുള്ള പൈസ അന്ന് വയറിങ്ങിന് എത്ര 7,000 കയ്യിലേക്കാ അത് നിങ്ങൾ പറയുന്നിട്ടിന്ന്. വയറിങ്ങിന് 7,000 ആയി. അപ്പുറത്ത് മിക്സി വെക്കാനുള്ളത് ഓരോരോ പോയിന്റിന് അല്ലേ. വെറുതെ പോവോ? അതായാലും 2-3 വർഷം 35,000 കൊണ്ട് വാടകക്ക് ജീവിക്കൂലല്ലോ അല്ലേ. ആ 35,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നമുക്ക് വാടകക്ക് 3 വർഷം നിൽക്കാൻ കഴിയോ? ഈ സൗകര്യം കിട്ടൂല, കഴിയില്ലല്ലോ. അന്ന് നമ്മളെ വാടകക്ക് നമ്മളെ കിണറ്, നമ്മളെ വീട്, നമ്മളെ സ്ഥലം, നമ്മളല്ലേ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മളെ ആ മറ്റേ പഞ്ചായത്തിന്റെ വീട് പണിയെടുപ്പിക്കാനൊക്കെ പറ്റില്ലേ. എന്നാലും ഞങ്ങൾക്ക് 1-2 വർഷം അവിടെ ഫ്രീ ആയിട്ട് വീട് താമസിക്കാൻ തന്നൂല്ലേ തോട്ടക്കാരത്തമ്മ. ആ ഒരു നന്ദി എന്നും അവരോടുണ്ടാവും. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന അംഗൻവാടിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് കിട്ടി. ആ വീട്ടിൽ ഒരു 10 പൈസ വാടക വാങ്ങാതെ ഞങ്ങളതിൽ നിന്ന് ഞങ്ങൾക്ക് ആ ഒരു നന്ദി എന്നും ഉണ്ടാവില്ലേക്കാ നമുക്ക്. പിന്നെ ആ വീടൊക്കെ ഇപ്പോൾ ഒരു വാടക കൊടുത്തിക്കാണ് അല്ലേ ശരിക്കും പൈസക്ക്. പുറത്തുള്ള ആൾക്കാർക്ക് വാടക കൊടുത്തിക്കാൻ ഞങ്ങൾ താമസിക്കണം ആ വീട്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് എന്തോ അള്ളാഹുവിൻ്റെ ഒരു കുതിരത്ത് കൊണ്ട് ഒരു കുരുത്തം കൊണ്ട് അവർക്ക് ഞങ്ങൾക്ക് അങ്ങനെ തരാൻ തോന്നിയില്ലേക്കാ ആ വീട്. അങ്ങനെ 2 വർഷം ഞങ്ങൾ തോട്ടക്കര നിന്നു താമസിച്ചു. പിന്നെ ഇവിടെ ഷെഡ് വെച്ച് ഞങ്ങൾ ലൈഫിൻ്റെ വീട് പാസ്സായപ്പോഴാണ് ഷെഡ് വെച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ താമസം തുടങ്ങിയിട്ട് 2-3 വർഷമായി. ഇനിയിപ്പോൾ ഇത് പൊളിച്ചിട്ട് നമ്മളിവിടെ ഇനി നമ്മളെ കുഞ്ഞു സ്വർഗം പൊളിച്ചിട്ട് അടുക്കള ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയിലാണ്. ഇതിപ്പോൾ പൊളി എന്ന് തീരും? ഇങ്ങനെ പൊളിയാണെങ്കിൽ ഇതിപ്പോഴൊന്നും തീരൂല. കണ്ടില്ലേ ആസ്പെറ്റോസിന് ശരിക്ക് കാണുന്നുണ്ടോ? ചെറിയ ചെറിയ ആസ്പെറ്റോസിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുഞ്ഞാണിയൊക്കെ അങ്ങനെ ഉള്ള പച്ചത്തുണികൾ വെച്ചതായിരുന്നു. പച്ചത്തുണികൾ ഇങ്ങനെ അഴിച്ചുകൊണ്ട് ചില്ലോ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് മാറാല. നമ്മളെ ആ തുണി ഇങ്ങോട്ട് കുഞ്ഞാണിയൊക്കെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് മാറാലകളാണ്. അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് തട്ടാൻ കഴിയില്ലല്ലോ. കാരണം അതിൻ്റെ പുറത്തൊക്കെ തുണി വെച്ച് കെട്ടിക്കല്ലേ. ഈ തുണി മക്കൂടെയൊക്കെ നിറച്ച് മാറാല ഇതാക്കണ് ഇഷ്ടം പോലെ. അവിടെ നിങ്ങൾ അരിഞ്ഞെടുക്കണത് നിങ്ങൾ തന്നെ അല്ലേ? അവിടെ
അങ്ങനെ അത് കഴിഞ്ഞു അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു. ഇനി ബാക്കി പിന്നെ പൊളിക്കാം നമുക്ക്. ഇനി നമ്മൾ എവിടുന്നാ പൊളി തുടങ്ങണിക്ക? ഇനി ഈ സൈഡിൽ ബാക്കി പൊളിക്കാം. അടുപ്പൊക്കെ വെച്ച് ഇവിടുന്ന് പൊളിക്കണം. ഇനി അവിടുന്ന് പൊളിക്കല്ലേ? അതെ. അപ്പൊ ഇന്നിങ്ങനെ പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്താ പറയാ പിന്നെ ചക്ക കിട്ടിയത്. അപ്പൊ കുഞ്ഞാണിയാക്കാനെ ചക്ക ഇടാൻ വിളിച്ചിട്ട് ചക്ക ഇട്ട് വന്ന്. അപ്പം ഇനി ചക്ക കൂട്ടാൻ ഉണ്ടാക്കട്ടെ, കഞ്ഞി ഉണ്ടാക്കണം. അതിൻ്റെ ശേഷമാണ് ഇനി ഇത് പൊളിക്കൽ. ഇത് വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ, ആസ്പെറ്റോസാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെതൽ കാണിച്ചു തരാം. വീടിൻ്റെ സൈഡ് ഇപ്പോൾ ഇന്നലെ വരെ തട്ടിയെന്നൊരു സാധനമാണ്. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെ മണ്ണാണ് കണ്ടോ ചെതൽ. അപ്പം നല്ല ചെതലാണ് ഇതിൻ്റെ ഉള്ളത്. നമ്മളെങ്ങനെ തട്ടിയിട്ടും കാര്യമില്ല, പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് ചെതൽ വരികയാണ്. ആസ്പെറ്റോസാണ്, മരമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം. അത് അടുക്കളൻ്റെ ഒരു സൈഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് പൊളിക്കൽ നിർബന്ധമാണ്. കണ്ടോ ചെതൽ, ഇതിൽ ചെതൽ പോയിട്ടുണ്ട് തട്ടിയിട്ട്. മരം ഫുള്ള് പോയിട്ടുണ്ട്. നമ്മളെ കുഞ്ഞുസ്വർഗ്ഗം ആകെ തകർന്ന് തരിപ്പണായി. ഈ ഭാഗത്താണ് നമ്മുടെ വിറക് വെച്ചിട്ടുള്ളത് കണ്ടോ. എല്ലാവർക്കും ഇപ്പോൾ ഗ്യാസില്ല, ഒന്നുമില്ല. ഗ്യാസ് തീർന്നു, വിറക് കത്തിക്കാം. നമ്മളവിടെ ഇഷ്ടം പോലെ വിറകുണ്ട് കേട്ടോ. വിറക് കുഞ്ഞിനേക്കാരുടെ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ടേ വിറക് നല്ല സ്റ്റോക്ക് തന്നെയാണ്. ഗ്യാസ് ഇല്ലെങ്കിലൊന്നും പേടിക്കാനില്ല. അപ്പോൾ ഇനി പുറം ആണ് പൊളിക്കേണ്ടത്. പുറം പൊളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നത്തത് നിർത്തിയിട്ട് ഇനി നാളെയാണ് പുറം പൊളിക്കുന്നത്, പുറം അകമൊക്കെ ഒന്നിച്ച് പൊളിക്കണത്. അപ്പോൾ ഞാനെന്താ ചെയ്യണത്, ഇപ്പോൾ തൽക്കാലം ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യം കഞ്ഞി ചോറും റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഈ സൈഡൊന്ന് കാണിച്ചു തരാം. ഈ സൈഡ്, ഈ ഭാഗത്ത് കല്ല് കൂട്ടി വെച്ചിട്ടുണ്ട്, കുറേ കല്ല് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കണം. ഈ അടുക്കളൻ്റെ തറ കെട്ടുമ്പോൾ അത് ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ നിറക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുഴങ്കല്ലാണ്. ഇവിടെ കുറേ കല്ലുണ്ട്, കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ ഒഴിവാക്കണം, വൃത്തിയാക്കാനുണ്ട്. പിന്നെതാ ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് നല്ലോണം ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിലൊക്കെ ആസ്പെറ്റോസാണുള്ളത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആസ്പെറ്റോസാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു പൊളിയുണ്ട്. ഇവിടെയൊക്കെ ചെതൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇനി ആദ്യം ചക്ക മുറിച്ചിട്ട് ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിറ്റേ ദിവസം നമുക്ക് ഷെഡ് പൊളിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ആ ചക്ക മുറിച്ച് നോക്കുകയാണ് കേട്ടോ. മുറിഞ്ഞോ? ചോന്ന ചോളല്ലേ? ഇതിങ്ങനെ ചോപ്പ്, ഇത് ചുമന്ന കളറാ. ചുമന്ന കളറ് എത്തോ. ചുവന്ന ചോള ചുമന്ന ചോള അല്ലേ? അപ്പം കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഇനി ചക്ക മുറിച്ച് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കട്ടെ. പിന്നെ ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കണ്. ഞങ്ങളെ എണ്ണത്തിരിയൊക്കെ വെച്ച സ്ഥലം കണ്ടോ, പാത്രത്തിലൊന്നും അല്ല വെച്ചിട്ടുള്ളത്. അരി അടുപ്പത്തുണ്ട്, ചപ്പാത്തി ഒന്നും കൂടെ ചുടാനുണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇനി ഞാനിത് ഈ ഉള്ളിലുള്ളതൊക്കെ പൊളിച്ചിട്ടാണ് ഇനി അടുത്ത വീഡിയോ ചെയ്യട്ടോ. കാരണം എന്നാലല്ലേ ഇപ്പോൾ ഇത് പൊളിഞ്ഞു ഇത്രയല്ലേ ആകെ പൊളിച്ചിട്ടുള്ളൂ. ഒരു വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ ചെയ്തതാണ്, പിന്നെ പൊളിക്കുകയാണെന്ന് പറഞ്ഞാണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തേന്, ഇപ്പോഴും പൊളിച്ചിട്ട് ഇത്രേ ആയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഫുള്ള് പൊളിച്ച് തീർക്കണം.